പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവരെയും യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ദൈവശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാണ് ദൈവവും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം. ഏത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും പ്രാർത്ഥനയിൽ കൂടി അതിനെല്ലാം പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. വിശുദ്ധരുടെ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരുന്ന പരിമള ധൂപം പോലെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഏത് പ്രശ്നങ്ങളുടെ മുൻപിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ട്. ദൈവത്തിൻ്റെ പരിഹാരം, ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്ക് ഈ രാത്രിയിൽ തന്നെ ലഭിച്ചിരിക്കും. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിലൂടെ കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം മനസ്സ് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാകാം. ചില വ്യക്തികളെ നാം ഭയപ്പെടുന്നുണ്ടാകാം. ചില പ്രശ്നങ്ങളെ, നാളെയെക്കുറിച്ചുള്ള ഓർമ്മകളെ, ജോലി മേഖലയെ, പെട്ടെന്ന് ഒരു ദിവസം ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് തകർന്നു. ഇങ്ങനെ അനേകം ഉറക്കം കെടുത്തുന്ന പ്രശ്നങ്ങളുടെ മുൻപിലായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ ആയിരിക്കുന്നത്. എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നിങ്ങളെ രാവും പകലും അലട്ടുന്നു. ഉറക്കം വരാത്ത രാത്രികൾ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവ് ഇതേ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ്. ഒത്തിരി അധികാര പദവിയിലിരിക്കുന്ന ദാവീദ് രാജാവ് തൻ്റെ അധീനതയിൽ സകലതും ആയിട്ടും അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയ പ്രശ്നങ്ങൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പദവിയിലിരുന്നിട്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നെങ്കിൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലും ഒത്തിരി നിരവധി പ്രശ്നങ്ങൾ ദൈനംദിനം നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ദാവീദ് രാജാവ്, ഇത്ര മഹോന്നത പദവിയിലിരിക്കുന്ന ദാവീദ് രാജാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞു. പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്, തൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ, തൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ദാവീദിന് ആശ്വാസം നൽകി. ദാവീദിൻ്റെ മനസ്സിൽ ദൈവ സാന്നിധ്യം ശക്തി പകർന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അദ്ദേഹത്തിനെ ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വസ്ഥത നിറച്ചു. ദാവീദ് രാജാവ് പാടി, ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദാവീദ് രാജാവ് ഇപ്രകാരം പാടി: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. സങ്കീർത്തനം 23:4 വാക്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ദാവീദ് മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നു എങ്കിലും
ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടതുകൊണ്ട്, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയം മാറി. മറിച്ച് അദ്ദേഹം മനസ്സ് ഉറപ്പുള്ളവനായി മാറി. അദ്ദേഹത്തിന് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടെയുള്ളവൻ ശക്തനാണെന്ന് അറിഞ്ഞപ്പോൾ, കൂടെയുള്ള ദൈവം ശക്തനാണ് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, എൻ്റെയും നിൻ്റെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടെയുള്ള ദൈവം ശക്തനാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഭയം മാറ്റി മനസ്സിൽ ശക്തി നിറച്ച് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയുന്ന നിമിഷമാണ് ഇപ്പോൾ. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥത വരുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ഭയം തിങ്ങുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയാൻ മറക്കരുത്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങളെ ദൈവവുമായി ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി ആണ്. ദൈവത്തിലേക്ക് തിരിയുന്നവന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട്. ദൈവത്തിലേക്ക് തിരിയുന്ന അസ്വസ്ഥമായ മനസ്സ് എപ്പോഴും സമാധാനം കണ്ടെത്തും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ നിങ്ങൾക്കതിനെ ധൈര്യപൂർവം അതിജീവിക്കാൻ സാധിക്കും. ഈ രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ, ചില തെറ്റായ തീരുമാനങ്ങൾ കാരണം മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ട അവസരങ്ങൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നിങ്ങളുടെ അരക്ഷിതത്വങ്ങൾ, നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഭാവി അരക്ഷിതാവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, മറിച്ച് നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന ഒരു ഭാവി നൽകുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സുരക്ഷിതത്വം നൽകുന്നതിനാണ്. അതിനാൽ ഈ രാത്രിയിൽ എല്ലാ ഭയവും കർത്താവിനെ ഏൽപ്പിക്കുക. ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കുക. ഭയപ്പെടുത്തുന്ന ഓർമ്മകളെ, നിങ്ങൾ പേടിക്കുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെ, സംഭവങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൽ ആശ്രയിക്കാം. കാറ്റിനെയും കോളിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവം ഇന്ന് നിന്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ, നിന്റെ ഹൃദയത്തിൻ്റെ വേവലാതികളെ ശാന്തമാക്കുന്നു. നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. അതിനാൽ ഉറപ്പുള്ള ഗോപുരമായി നീ മാറും. ദൈവം നിന്നെ മാറ്റും. ദൈവം നിന്നെ ശക്തനായ ഒരു വ്യക്തിയാക്കും. ശക്തിമതിയായ ഒരു വ്യക്തിയാക്കും. അതിനാൽ നീ ഭയപ്പെടരുത്. നിന്റെ പ്രശ്നങ്ങൾ നിന്നെ കണ്ടു ഭയപ്പെടണം. നീ ഇപ്പോൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങൾ നിന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടണം. ആ വ്യക്തിയാക്കി കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവ് ശക്തിമാനാണ്. അവിടുത്തോട് കൂടെ നിൽക്കുക. അവിടുന്ന് നിന്റെ എല്ലാ പാപങ്ങളും, തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് ഉണ്ടായ തെറ്റായ ചില സംഭവങ്ങൾ, തെറ്റായ വ്യവസ്ഥകൾ, മനോസ്ഥിതികൾ എല്ലാം കർത്താവ് ഈ രാത്രിയിൽ തുടച്ചു നീക്കും. നിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കും. അറിവില്ലായ്മയിൽ നിന്നുണ്ടായ പാപങ്ങൾ, അറിഞ്ഞുകൊണ്ടും ചില തെറ്റായ പാപങ്ങൾ ചെയ്തുവെങ്കിൽ ഈ രാത്രിയിൽ കർത്താവെ എനിക്ക് മാപ്പ് തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ തക്കവണ്ണം നീ വലിയവനാണ്, നീ ഉന്നതനാണ് എന്ന ബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയുള്ള കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും വൃഥാവിലാവുകയില്ല. വിശ്വസിക്കുക, കർത്താവാണ് നിങ്ങളുടെ ഇടയൻ. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നീ നടന്നാലും, പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ നടന്നാലും, ഭയപ്പെടുത്തുന്ന ചിന്തകളിലൂടെ നീ നടന്നാലും, ആരും ഇല്ലാത്ത ഒരു ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലൂടെ നീ നടന്നാലും, മകനെ മകളെ നീ ഭയപ്പെടരുത്. നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നത് കർത്താവായ ദൈവമാണ്. അവിടുന്ന് ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. നീ തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അതിനാൽ ഈ രാത്രിയിൽ ഭയം കൂടാതെ ദൈവത്തിൻ്റെ സമാധാനം ഹൃദയത്തിൽ നിറച്ച് ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാം. വിശ്വാസത്തോടെ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ എൻ്റെ കൂടെയുള്ളതിനാൽ, നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല.
കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലുള്ള ഭയം, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, ക്ലേശങ്ങൾ, അവരുടെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഞാൻ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന പ്രശ്നങ്ങൾ പോലും നിനക്ക് പരിഹരിക്കാൻ ഒരു വാക്കുമതി, ഒരു നിമിഷം മതി. കർത്താവെ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന, അനേക നാളായി ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, ചില പാപങ്ങൾ, ചില അവസ്ഥകൾ, ചില വ്യക്തികൾ, ചില സംഭവങ്ങൾ, ചില ജീവിത രീതികൾ കർത്താവെ, ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. നിന്റെ മുൻപിൽ കരയുന്നവരുടെ കണ്ണുനീർ നീ ഒപ്പുന്നവനാണ്. നീ ആശ്വാസത്തിന്റെ ദൈവമാണ്. ദാവീദ് രാജാവ് നിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ പാപാവസ്ഥയിൽ, അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയിൽ നിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ, കർത്താവേ, നീ അദ്ദേഹത്തോട് കരുണ കാണിച്ച ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച ദൈവമാണ്. വീണ്ടും അദ്ദേഹത്തിന് സകലതും നൽകി അനുഗ്രഹിച്ച ദൈവമാണ്. ഈ വിശ്വാസത്തിൽ ഞാൻ അങ്ങയിലേക്ക് തിരിയുന്നു. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വയോവൃദ്ധരെ, യുവതിയുവാക്കളെ, കുഞ്ഞുമക്കളെ, കർത്താവെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ, പാപങ്ങൾ എത്രയധികമെങ്കിലും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര പരിഹരിക്കപ്പെടാൻ കഴിയാത്തതെങ്കിലും നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭയം നീക്കി, ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും നൽകി. ഏതു പ്രശ്നവും എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പറയുന്നതെല്ലാം എൻ്റെ കർത്താവ് ഇടപെട്ട് അത് പരിഹരിച്ചിരിക്കും എന്ന ഉറപ്പും വിശ്വാസത്തോടെയും ഈ രാത്രിയിൽ ഈ മക്കളെ നീ നല്ല ഉറക്കം കൊടുത്ത് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നിൽ മാത്രമേ ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ. നീ മാത്രമേ വിശ്വസ്തനായ ദൈവമായുള്ളൂ. എൻ്റെ ദൈവമേ, നിന്റെ വിശ്വസ്തതയാൽ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച്, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകി ഒരു പുതിയ തുടക്കം, ക്രിസ്തുവിൽ ഒരു പുതിയ തുടക്കം കണ്ടെത്താൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ, പാപത്തെ നീ ഓർമ്മിപ്പിച്ചു തന്ന് അനുതാപ ഹൃദയത്തോടെ നിന്നിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റിയ പ്രശ്നങ്ങളെ കർത്താവേ മാപ്പ് നൽകി നിന്നിലേക്ക് വീണ്ടും ഞങ്ങളെ തിരികെ കൊണ്ടുവന്ന് നിന്നോട് കൂടെയായിരിക്കാൻ, നിന്നിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ മേൽ, നിയോഗങ്ങളുടെ മേൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കണ്ണുനീർ ഈ രാത്രിയിൽ നീ ഒപ്പിയെടുക്കണമേ. ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കം ചെയ്യണമേ. ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് ഈ മക്കളുടെ ഹൃദയത്തിൽ നിറച്ച് നല്ല ഒരു ഉറക്കം നൽകി അതിരാവിലെ കർത്താവേ നിന്റെ മഹത്വം കാണാൻ ഇവരെ വിളിച്ചു നിർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതം സുരക്ഷിതത്വത്തിൽ ആകാൻ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നീക്കണമേ. തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്കുള്ള, സൗഖ്യത്തിനുള്ള, വിടുതലിനുള്ള, ശക്തിക്കുള്ള, സുരക്ഷിതമായ ഒരു ജീവിതത്തിനുള്ള, നല്ലൊരു ഭവനത്തിനുള്ള, സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ദൈവകൃപ ഇവരുടെ മേൽ ഇപ്പോൾ ഒഴുകട്ടെ. യേശുവേ, നിന്റെ നാമത്തിൽ
എന്തൊക്കെ ചോദിച്ചാലും നീ നൽകും എന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ പ്രാർത്ഥന കേൾക്കുകയും അനേകർക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഇവരുടെ കണ്ണുനീരൊപ്പണമേ. ഇവരുടെ കണ്ണുനീർ ശാശ്വതമായി നീ ഒപ്പി ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകി ദൈവത്തിൽ ആനന്ദിക്കുന്നതിന്, ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന്, ഈശോയെ നിന്നിൽ സമാധാനം കണ്ടെത്തുന്നതിന്, നിന്നിൽ ജീവിതം സുരക്ഷിതമാണ് എന്ന ഉറപ്പ് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ രാത്രിയിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കണ്ണുനീരൊപ്പണമേ. ഇവരെ നീ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി ആശീർവദിക്കണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും ദൈവമേ നിന്റെ കയ്യൊപ്പുള്ളതാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തെ നീ സ്പർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ 25 വർഷത്തെ ദൈവ ശുശ്രൂഷയിലൂടെ കർത്താവേ അനേകരുടെ ജീവിതത്തെ, അനേക കുടുംബങ്ങളെ നീ വീണ്ടെടുത്ത് രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായി നീ വരണമേ. ഈശോയെ, അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ, സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ കർത്താവേ, അനുഗ്രഹങ്ങളുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും ഉറവിടമായ ദൈവമേ, സമാധാനത്തിൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനം നൽകി വീണ്ടും ശക്തി പ്രാപിച്ച് അതിരാവിലെ ഉണരാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും, ദുഷ്ട ചിന്തകളിൽ നിന്നും, അശ്ലീലങ്ങളിൽ നിന്നും, മനസ്സിനെയും ശരീരത്തെയും വേദനിപ്പിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും കർത്താവേ, രാത്രിയിൽ ഇവർക്ക് മോചനം നൽകണമേ. ഇവരുടെ ചിന്തകളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും, കർത്താവേ, അനന്തമായ നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, ശരീരത്തെ സുഖപ്പെടുത്തണമേ. അവരുടെ നാളത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം എടുത്തു മാറ്റി ക്രിസ്തുവിൻ്റെ കൂടെയുള്ളതിനാൽ ജീവിക്കുന്ന ദൈവം ഇന്നലെയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനായതുകൊണ്ട് ഞാൻ ഇനി ഭയപ്പെടുകയില്ല എന്ന വിശ്വസ്തയോടുകൂടെ, എന്ന വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് നിന്റെ ആവശ്യമായി ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ കണ്ട് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഈ രാത്രിയിൽ തന്നെ തന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇത്രമാത്രം പരിമള സുഗന്ധമായി നിന്റെ സന്നിധിയിൽ എത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നിന്റെ ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇവരുടെ കണ്ണുനീരൊപ്പി ശാശ്വതമായ പരിഹാരം നൽകി ദൈവകൃപയൊഴുക്കി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ്, എൻ്റെ ശക്തിയായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ നീ ഈ രാത്രിയിൽ എടുത്തു മാറ്റി അവരെ നീ സുഖപ്പെടുത്തണമേ. നീ അവരുടെ ദണ്ഡും ഊന്നുവടിയുമായി മാറി അവർക്ക് ശക്തി നൽകണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. നീ ദൈവമാണ്, സകലത്തിൻ്റെയും ഉടയവനായ ദൈവമേ. നിന്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, കേട്ടരുളണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ നല്ല ചിന്തകളുമായി, ദൈവം ഇന്നുവരെ ചെയ്ത അനുഗ്രഹങ്ങളുമായി നല്ല ഒരു ഉറക്കം കിട്ടാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ആവർത്തിച്ചു കേട്ട്, ഈ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയെ ആവർത്തിച്ചു കേട്ട് ഇന്നുവരെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കിടന്നുറങ്ങാം. അവിടുത്തെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും. നാളെ നല്ലൊരു ദിവസം കാണാൻ കർത്താവ് നിങ്ങളെ വിളിച്ചുണർത്തും. എല്ലാവിധ കർത്താവിൻ്റെ ആശീർവാദങ്ങളും സംരക്ഷണവും നന്മയും സമാധാനവും സന്തോഷവും കൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.